തന്നെയാണ് എനിക്കത് ചോദിക്കേണ്ടത്. അദ്ദേഹം കൈവച്ചില്ലായിരുന്നെങ്കിൽ ഈ വിളപ്പിൽശാല ഇങ്ങനെ ആവില്ലായിരുന്നു. ഈ മാലിന്യ സംസ്കരണ അവതകളത്തിലായത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയെന്നോ ബുദ്ധിശൂന്യതോ എന്നോ പറയാം. അദ്ദേഹം തന്നെ ഞങ്ങൾ ഇന്നൊരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈദരാബാദിൽ നന്നായിട്ട് നടക്കുന്ന ഒരു പ്രോജക്റ്റ് ഇവിടെ നിന്നും ട്രെയിനിൽ വിളപ്പിൽശാലക്കാരെയും ഇവിടെയുള്ള ആൾക്കാരെയും ഉദ്യോഗസ്ഥരെയും കൗൺസിലർമാരെയൊക്കെ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്ത് കൊണ്ട് കാണിച്ച് വിജയകരമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടപ്പിലാക്കിയത് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പൊളിഞ്ഞുപോയി. ആരുടെ കുഴപ്പം? ഹൈദരാബാദിലെ പദ്ധതി നടക്കുന്നുണ്ടല്ലോ. പദ്ധതിയുടെ കുഴപ്പമല്ല, ഇവിടെ മാലിന്യം ഇല്ലാത്ത പ്രശ്നമല്ല, നടപ്പിലാക്കിയ ഭരണാധികാരിയുടെ വികലമായ കാഴ്ചപ്പാടാണ്. ഇന്ന് വെള്ളപ്പിൽശാല എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഭയത്തോടെയാണ് കാണുന്നത്. ആ ഒരൊറ്റ പ്രോജക്ട് അവതാരണത്തിലായതോടുകൂടിയാണ് കേരളത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് മുഴുവൻ തകടം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞയാൾ തിരുവനന്തപുരത്ത് മാത്രമല്ല പ്രതിസന്ധി ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ വികലമായ ചിന്താഗതി, ഇൻഎഫിഷ്യൻസി, കാഴ്ചപ്പാടില്ലായ്മ കേരളത്തെ മുഴുവനും ഭയപ്പാടിലാക്കിയിട്ടുണ്ട്. അത് പരിഹരിക്കാൻ തുടർച്ചയായിട്ട് വന്ന ഭരണസമിതിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വരില്ല. എന്തായാലും തിരുവനന്തപുരം പട്ടണത്തിൽ ഇവിടെ നിലവിലുള്ള സിസ്റ്റം വെച്ച് ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഗാർബേജ് കൂടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇവിടുത്തെ സിസ്റ്റം. ആ സിസ്റ്റം റെക്ടിഫൈ ചെയ്യാനുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഈ ഭരണസമിതി കണ്ടിരിക്കും. കോർപ്പറേഷൻ നടന്നു പോകുന്ന ചില പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മറ്റു ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ തന്നെ ഇതുവരെയുള്ളത് സൂചിപ്പിക്കുവാനാണ് മാധ്യമപ്രവർത്തകരെ വിളിച്ചത്. കാരണം മാധ്യമപ്രവർത്തകരുടെയും സമൂഹത്തിൻ്റെ ഒക്കെ തന്നെ ഇടപെടൽ ചില കാര്യങ്ങൾ സഹായകരമായി വേണ്ടതാണ്. അപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണമാണ് നമ്മൾ അടിയന്തരമായി ഇടപെടേണ്ട വരാൻ പോകുന്ന ദിവസങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ അവസാനം ചേർന്ന കൗൺസിലിൽ വാർഡുകളിലൊക്കെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും അതിനെ തുടർന്ന് മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുമതി നേടുകയും ചെയ്തിരുന്നു. കൗൺസിലിന്റെ അനുമതി നേടുകയും ചെയ്തു. കാരണം നമുക്ക് കോഡ് ഓഫ് കോണ്ടാക്ട് വന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷമേ അത് മാറുകയുള്ളൂ. അപ്പോൾ ആ പ്രവർത്തനത്തിന് തടസ്സം വരുന്നത് എന്നുള്ളത് കൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ തന്നെ ആ കാര്യങ്ങൾ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ യോഗം ചേരുകയും ചെയ്തു. ഇപ്പോ വെള്ളപ്പൊക്കം വരുമ്പോഴേക്കും എല്ലാവരെയും കൗൺസിലർമാരെയും കോർപ്പറേഷനെയും ഒക്കെയാണ് ബന്ധപ്പെടുന്നത്. പക്ഷെ നമുക്കൊക്കെ അറിയാം, നിങ്ങളിൽ ചിലർ ഇനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഏതൊരു നഗരത്തിൽ അവിടുത്തെ നദികളും റോഡുകളും ഒക്കെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉടമസ്ഥയിലുള്ളതാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്ക് അറിയാം. ഇപ്പൊ മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷന്റെ റോഡുകളുണ്ട്, റോഡിലെ തോടുകളുണ്ട്, PWDയുടെ നിർദ്ദേശങ്ങളുണ്ട്, PWD ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങളുണ്ട്, കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഉത്തരവാദിത്തമുള്ള സ്ഥലങ്ങളുണ്ട്, സ്മാർട്ട് സിറ്റിക്കുണ്ട്, റെയിൽവേസിനുണ്ട്, ഇൻലാൻഡ് നാവിഗേഷൻ ഉണ്ട്, PWD NHAIക്കുണ്ട്, കോർപ്പറേഷന്റെ എങ്ങനെ വിഭാഗം ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്നതിലൊരു 20-30% സ്ഥലമാണ് കോർപ്പറേഷൻ്റെതായ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തമുള്ള സ്ഥലങ്ങൾ. ബാക്കി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പൊ മൈനർ ഇറിഗേഷന്റെ മേജർ ഇറിഗേഷന്റെ തോടുകൾ ക്ലീൻ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് തന്നെയാണ്. എന്നാൽ പലപ്പോഴും കാലതാമസം വരുന്നത് കൊണ്ട് അതാത് സമയത്തുള്ള ഭരണസമിതികൾ കോർപ്പറേഷൻ ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചില ഘട്ടങ്ങളിൽ എല്ലാവരും സഹകരിച്ചും ചില പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഇത്തവണ ഞങ്ങൾ യോഗം ചേർന്നപ്പോഴേക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും കോഡ് ഓഫ് കോണ്ടാക്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ നേരത്തെയുള്ള കൗൺസിൽ തന്നെ ഇതൊക്കെ പാസ്സാക്കി. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളോടൊക്കെ സംസാരിക്കുമ്പോഴേക്കും കോഡ് ഓഫ് കോണ്ടാക്ട് മാറാതെ അവർക്ക് ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതുവരെ മഴ കാത്തിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് ചേർന്ന യോഗത്തിന്റെ തുടർച്ചയായി 2 ദിവസം മുമ്പ്, അതായത് ശനിയാഴ്ച, തിങ്കളാഴ്ച 2 ദിവസം മുമ്പ് രാവിലെ പഴവങ്ങാടിയിലും തമ്പാനൂര്, കട്ടക്കുളങ്ങര സ്കൂള്, നന്തൻകൂട് ഈ 4 പ്രദേശങ്ങളും മേയർ ഉൾപ്പെടുന്ന സംഘം വിലയിരുത്തി. അതിൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തവണ ഞങ്ങൾ ചെയ്തത്
ഈ മുൻപ് നടന്ന വളരെ വലിയ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരുണ്ട്. ഉദാഹരണത്തിന് ഓപ്പറേഷൻ അനന്തയ്ക്ക് നേതൃത്വം കൊടുത്ത പല ഉദ്യോഗസ്ഥരും, അവർക്ക് പലരും റിട്ടയറായി. അവരുടെ യോഗം നേരത്തെ അവരിൽ നിന്നൊക്കെ തന്നെ അഭിപ്രായം എടുത്തിട്ടുണ്ട്. വലിയ തിരുവനന്തപുരത്തെ കുറിച്ച് വലിയ അനുഭവ സമ്പത്തുള്ളവരുടെ അഭിപ്രായം കേൾക്കുകയും ആ റിട്ടയർ ആയെങ്കിലും ആ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വനിതകൾ ഉൾപ്പെടെയുള്ള സീനിയർ എഞ്ചിനീയർമാരൊക്കെ തന്നെ ഞങ്ങളോടൊപ്പം രാവിലെ പഴവങ്ങാടിയിലും തമ്പാനും ഒക്കെ വന്നിരുന്നു രാവിലെ 7 മണിക്ക്. അപ്പൊ അവരുടെയൊക്കെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലിപ്പോ മൈനർ ഇറിഗേഷന്റെ മേജർ ഇറിഗേഷന്റെ PWD ഒന്നോ സ്മാർട്ട് സിറ്റി ഒന്നും നോക്കാതെ കോർപ്പറേഷനെ കൊണ്ട് സാധിക്കുന്ന എല്ലാ ക്ലീനിങ് പ്രോസസ്സും കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിലെ തുടർച്ചയായിട്ട് അടുത്ത ദിവസം ജില്ലാ കളക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും പണം അനുവദിക്കാവുന്നതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്തെഴുതുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ അതിനുവേണ്ടി കോർപ്പറേഷൻ കാത്തു നിൽക്കുന്നില്ല. ഇന്ന് വൈകുന്നേരം തന്നെ തമ്പാനൂരിൽ നിന്ന് തമ്പാനൂർ ആമേഴിഞ്ഞാൻ തോടിന്റെ ഭാഗം അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ ആരംഭിക്കും. അതിനെ തുടർന്ന് പഴവങ്ങാടിയിലെ അടിസ്ഥാന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നന്തങ്കോട് പോയി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നന്തങ്കോട് കൗൺസിലറും എഞ്ചിനീയറും കണ്ട് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ഇപ്പോ ഒരു സബ് കമ്മിറ്റി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ എം.ആർ. ഗോപൻ നേതൃത്വത്തിൽ സബ് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി ഇന്ന് രാവിലെ മുതൽ മറ്റുള്ള പ്രദേശങ്ങൾ, നമ്മളൊരു 38 4 ഏരിയ, സിറ്റിയിൽ ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടുന്ന 38 വാർഡുകളാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ ആവശ്യപ്പെടുന്നെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും. അവിടെയുള്ള പ്രദേശങ്ങൾ ഇന്ന് രാവിലെ മുതൽ സബ് കമ്മിറ്റി സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ജഗം, പാളയം, അതുപോലെ തന്നെ കണ്ണമൂല, ജഗതി, കുന്നുകുഴി, ചാല, ആറല്ലൂർ, ഇത്രയും പ്രദേശത്ത് രാവിലെ 6 മണി മുതൽ ഇവിടെ സബ് കമ്മിറ്റി സന്ദർശിച്ചിട്ട് എന്തൊക്കെ ക്ലീനിങ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ പോയ തമ്പാനൂർ, പഴവങ്ങാടിയും ആട്ടക്കുളങ്ങര സ്കൂളൊക്കെ കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലേക്കും ഹിറ്റാച്ചി JCB ഒക്കെ ആയിട്ട് പോയിട്ട് പരമാവധി ക്ലീനിങ് നടപടികൾ നേരത്തെ തന്നെ ആരംഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് മഴക്കാലം ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളോട് അവരവരുടെ ഉടമസ്ഥതയുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും അക്കാര്യങ്ങൾ ആവശ്യപ്പെടും. എന്നാൽ അവർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയില്ല. കോർപ്പറേഷനെ കൊണ്ട് ഞങ്ങളുടെ കോർപ്പറേഷന്റെ മെഷീനറി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതോടൊപ്പം റെയിൽവേയുമായി സംസാരിച്ചിട്ടുണ്ട്. നാളെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് വിളിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഡിവിഷൻ മാനേജർക്ക് ഇപ്പോൾ കത്തടിക്കും. നാളെ റെയിൽവേയുടെ മാത്രം, കാരണം റെയിൽവേ ചെയ്യേണ്ട കുറെ ഉത്തരവാദിത്വം, അതൊരു ജനറൽ ഒരു പ്രവർത്തനമായിട്ട് മാറ്റിവെക്കാതെ റെയിൽവേയുടേതായ ഉദ്യോഗസ്ഥരുടെ മാത്രം മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ച് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവരെ കൊണ്ട് നിർവഹിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. നാളെ മീറ്റിംഗ് വിളിക്കണമെന്ന് DRMനോട് ബന്ധപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും നടന്നു പോകുന്നത്. വേറെ എന്താ ചോദിക്കുന്നതനുസരിച്ച് മഴക്കാല ശുചീകരണത്തില് നമ്മൾ ഈ ആമേഴിഞ്ഞാൻ തോട്ടിലെ തദ്ദേശീയ റോബോട്ട് ഉണ്ടാക്കുന്നു, അതിപ്പോ പ്രവർത്തിക്കുന്നു. അതായത് ആ റോബോട്ട് ഇപ്പോ മുൻ ഭരണസമിതി ഇരുന്നപ്പോ സംസ്ഥാന സർക്കാർ ഇടപെട്ട് കൊണ്ടുവന്നതാണ്. ആ റോബോട്ട് കോർപ്പറേഷന്റെ ഫണ്ടിലല്ല കൊണ്ടുവന്നത്, കോർപ്പറേഷൻ കൊണ്ടുവന്നിട്ടല്ല, വേറെന്തോ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രിയൊക്കെ ഇടപെട്ടിട്ടാണ് ആ റോബോട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾ വന്നിട്ട് ഭരണത്തിൽ വന്ന് 4ാമത്തെ ദിവസം അതിന്റെ ഉദ്ഘാടനം ആവശ്യമാണെന്നുള്ള ഒരു ചർച്ച വരികയും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ തന്നെയാണ് ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു. അപ്പോ ആ റോബോട്ടിന്റെ കാര്യം അതിന് അവിടെ വച്ചാണ് മാത്രമേ, നമ്മളിപ്പോ റോബോട്ടിൽ നിന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ധരിച്ചത് അതിനകത്ത് ഇറങ്ങി ഉള്ളിലേക്കൊക്കെ പോയി ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതിയത്. ഇത് അതിൻ്റെതായ ഉപയോഗമുണ്ട്, ഞാൻ ഒരു ഉപയോഗമില്ലെന്ന് പറയാം. പക്ഷെ ഒരു JCB ചെയ്യുന്ന ജോലിയാണ് റോബോട്ടും ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാതെ പാലത്തിന് അടിയിലേക്ക് കയറി പോയി ക്യാമറ വെച്ചിട്ടോ അങ്ങനെയൊക്കെ നോക്കി ചപ്പയോട് വാരിക്കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം അതിൽ കാണുന്നില്ല. എന്നാൽ അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് അതിലെ ടെക്നീഷ്യൻ അവിടെ അത് വെച്ചിട്ട് അവിടെ വരുന്ന മാലിന്യങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും. അതായത് JCB ചെയ്യുന്ന വർക്കാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പൊ റോബോട്ടോടെ ഇരിക്കൊണ്ട് അതിനെക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കൂടുതൽ ഇനി അതിനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ വേറൊരു സ്ഥലത്തുകൊണ്ട് ഇതുപോലത്തെ ബേസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ കണ്ടിട്ടുണ്ടല്ലോ, കോൺക്രീറ്റ് ചെയ്ത് തൂണൊക്കെ നിർത്തി
എന്നാൽ ഒരു JCB കൊണ്ട് നിർത്തി ചെയ്യാനൊന്നും വേണ്ട. JCB അവിടെ കൊണ്ട് നിർത്തിയിട്ട് നേരെ JCB ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബക്കറ്റ് താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ ചെയ്യാം. അതേ പർപ്പസ് ആണ് ഇതിന് സേവ് ചെയ്യുന്നത്. ഞങ്ങളവിടെ ഒന്ന് കണ്ടതാണ്. കഴിഞ്ഞ ദിവസം റോബോട്ട് അവിടെ പോകും. ഈ റോബോട്ടിനെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വലിയ ഇരുപ്പൊക്കെ നിർത്തി റോബോട്ട് അവിടെ ഘടിപ്പിക്കണം. എന്നിട്ട് അവിടെയുള്ള എല്ലാം എടുക്കണം. അപ്പൊ ഇതിൽ ഏതാണ് മികച്ചതെന്ന് ഒന്ന് ഹെൽത്തിന്റെ ആൾക്കാർ എഞ്ചിനീയറിംഗ് വിഭാഗം തീരുമാനിക്കും. ആ റോബോട്ട് കൊണ്ടുപോയി ചെയ്യിപ്പിക്കപ്പെട്ട് അത് ചെയ്യും. ഈ കൂടുതൽ ഇപ്പൊ ഈ റോബോട്ടിക് കേസ് പറഞ്ഞതുപോലെ നമുക്ക് കൂടുതൽ മെഷീനറിയുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ മാൻ പവർ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന മെഷീനറിയുടെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മെഷീനറിയുടെ ആവശ്യം ഉണ്ട്. അതായത് മെഷീനറി നമുക്ക് വേണ്ടത് ഇപ്പൊ ഹിറ്റാച്ചി. ഇവിടുത്തെ ഹിറ്റാച്ചി വർഷങ്ങളായിട്ട് ഓടാതെ വർക്ക്ഷോപ്പിലാണ്. അപ്പോ ആ ഹിറ്റാച്ചി പണി എടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചന നടത്തി അതിന്റെ പ്രവർത്തനം കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാത്തതാണ്. ഗ്യാരേജിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഹിറ്റാച്ചിയുടെ രംഗത്തിറക്കുവാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. പിന്നെ ഈ ബ്രിഡ്ജുകളുടെ അടിയിലേക്ക് പോയി ക്യാമറ ഫിറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ട ഉപകരണങ്ങൾ അത് നമുക്ക് സംഘടിപ്പിക്കുന്നതാണ്. പിന്നെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ അവൈലബിൾ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചും അല്ലാത്ത സ്ഥലങ്ങളിൽ മാനുവലായിട്ട് ചെയ്യുവാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒക്കെ ഇടപെടൽ കൂടുതൽ വരുന്ന ഘട്ടത്തിൽ, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വരുന്ന ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഈ ആമേഞ്ചാൽ തോടിനകത്ത് സ്ഥിരമായിട്ട് മാലിന്യ നിക്ഷേപം വരുന്നുണ്ട്. അത് ശരിക്കും ഈ ആ തോടിനെ തന്നെ സംരക്ഷണം ഇല്ലാത്തൊരു അവസ്ഥ വരികയാണ്. അതായത് വഞ്ചിയൂർ മുതൽ ഏകദേശം ഇങ്ങോട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും ഈ മാലിന്യം സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം? അതിന്റെ മാർഗം സ്ക്വാഡ് ശക്തമാക്കിയിട്ടുണ്ട്. സ്ക്വാഡിന് വേണ്ടിയിട്ട് ഹെൽത്ത് സ്ക്വാഡിന് വേണ്ടി പുതിയ 2 വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവിടെ സർവൈലൻസ് ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ നിലനിന്ന കുറെ തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുമായിട്ട് ചർച്ച ഇന്ന് രാത്രി അവരുമായിട്ടൊരു അനൗപചാരിക സംഭാഷണം നടക്കുന്നുണ്ട്. അവരുടെ കുറച്ചുകൂടി ഈ വലിച്ചെറിയുന്നതിനെ നിയന്ത്രിക്കുവാനും പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുവാനും കുറച്ചുകൂടി അവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്രണ്ടേഷന് പോകുന്നതിന് പകരം പരസ്പരം ധാരണയിലൂടെയും ചർച്ചയിലൂടെയും ഒക്കെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുവാനും ഒപ്പം തന്നെ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുവാനാണ് കോർപ്പറേഷൻ ആലോചിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു 40 പമ്പുകൾ മോട്ടോർ ഞങ്ങൾ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 35 5 സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തും ആവശ്യം വരുന്നതനുസരിച്ചിട്ട് പമ്പ് വെച്ച് ഈ പല സ്ഥലത്തും ഈ ചേർ ഉൾപ്പെടെ പമ്പ് ചെയ്ത് മാറ്റുവാണ്. വെള്ളത്തോടൊപ്പം വരുന്ന മറ്റുള്ള അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പമ്പ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്ന പമ്പുകൾ എവിടെയാണോ ചില പാട്ടുകളിൽ സ്ഥിരം വേണം അവിടെ നേരത്തെ കൊടുക്കും. ബാക്കിയുള്ളിടത്തൊക്കെ ഏത് സമയത്താണ് ആവശ്യം. ഇപ്പൊ തമ്പാന്റെ അത് വെച്ച് മാത്രം സാധിക്കില്ല. ഇപ്പൊ വഞ്ചിയൂരൊക്കെ വരുമ്പോഴേക്കും പമ്പ് വെച്ച് നമുക്ക് പെട്ടെന്ന് പമ്പ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ സാധിക്കും. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്താം. ഇല്ല നോട്ടീസ് കൊടുക്കാൻ ആവശ്യമില്ല. കാരണം നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഓൾട്ടർനേറ്റീവ് കണ്ടെടുത്ത് കൊടുക്കണ്ട. അല്ലെങ്കിൽ അവർ നിങ്ങൾ നാളെ ഡ്രെയിനേജ് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? 46 വാർഡിലെ നമുക്ക് ഡ്രെയിനേജ് സിസ്റ്റം ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഞങ്ങളിപ്പം വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ഈ തുറന്നു വിടുന്ന നടപടി ഉണ്ടല്ലോ, അതിനെ അവസാനിപ്പിക്കണം. അവർക്ക് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. അതിനുള്ള പരിശ്രമം ആദ്യം നടത്തും. എവിടെയെങ്കിലും ടാങ്ക് ചെറിയ STP ഉണ്ടാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ടാങ്ക് ഇട്ടിട്ട് സെപ്റ്റിക് ടാങ്ക് ഇട്ടിട്ട് കൃത്യസമയത്ത് കോർപ്പറേഷൻ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനെ സെറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അവരോട് ബ്ലോക്ക് ചെയ്യാൻ പറയാൻ പറ്റും. എല്ലാവരും ആയിട്ടില്ല, ഐഡന്റിഫൈ തുടങ്ങി. അതുപോലെ ഈ കാരേജിനകത്ത് ഉപയോഗപ്രദമായ വാഹനങ്ങളും ഉപയോഗമില്ലാത്ത വാഹനങ്ങളും നിരവധി മാറ്റാനുള്ള ഗ്യാരേജ് മാത്രമല്ല, ഇതിന്റെ ചുറ്റും ഉണ്ട്. മാറ്റുവാനുള്ള സ്ഥലം 2 സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ നേരിട്ട് പോയി കണ്ടു. ഞാൻ തന്നെ നേരിട്ട് പോയി കണ്ടു. ആ സ്ഥലത്തേക്ക് മാറ്റാനുള്ള ആലോചന ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പറയാം. ഞാൻ പറയാം, തിരുവനന്തപുരത്തിലേക്ക് വരാം. അതിനുമുമ്പ് ഈ ലൈറ്റിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വേണം. ഇവിടുത്തെ കോർപ്പറേഷനിലുള്ള ലൈറ്റുകൾ ചിലതൊന്നും തെളിയുന്നില്ല, ചിലതൊക്കെ തെളിയുന്നില്ല. അപ്പോ ലൈറ്റുകളെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ഒരു ധാരണ, ഈ കോർപ്പറേഷന്റെ പരിധിയിലുള്ള ലൈറ്റുകളൊക്കെ തന്നെ കോർപ്പറേഷന്റെ
ഉടമസ്ഥയിലുള്ളതാണ് എന്നാണ് പൊതുവെ ഒരു ധാരണ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എല്ലാവരുടെയും കുറെ പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അതിലൊരു അറിവ് ഇല്ലാതെ ഉണ്ട് ഇക്കാര്യത്തെ കുറിച്ച്. അതായത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്ത മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പോഴാണ് ആ മാധ്യമപ്രവർത്തക എല്ലാ ലൈറ്റും കോർപ്പറേഷൻ്റെതല്ല എന്ന് അറിയുന്നത് തന്നെ. അവരുടെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ ഇരുത്തി രാവിലെ വലിയ വാർത്ത കൊടുത്തു, പിന്നെ ഞാൻ ഇരുത്തി പറഞ്ഞു കൊടുത്തു ഓരോ ലൈറ്റും ആരുടെ ഉടമസ്ഥ. അതായത് കോർപ്പറേഷനിൽ കാണുന്ന ലൈറ്റുകളൊക്കെ തന്നെ റോഡ് ഫണ്ട് ബോർഡിന്റെ 2000 ലൈറ്റ്, റോഡ് ഫണ്ട് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള അവർ സംസ്ഥാന സർക്കാരിൽ നിന്നും മെയിൻ്റനൻസിന് വേണ്ടി പണം വാങ്ങുന്ന 2000 ലൈറ്റുകൾ, ഉദ്ദേശം 2000, കുറച്ച് കൂടിയിരിക്കാം ലൈറ്റുകൾ. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വത്തിലുള്ള ടൂറിസം പണം മുടക്കേണ്ടതായിട്ടുള്ള ലൈറ്റുകളുണ്ട്. സ്മാർട്ട് സിറ്റി, നാഷണൽ ഹൈവേ, അതോടൊപ്പം കോർപ്പറേഷൻ ഒരു ഏകദേശം 97,000 ലൈറ്റുകളാണ് കോർപ്പറേഷന്റെ ഉടമസ്ഥ. ഉദ്ദേശം 2000 ലൈറ്റ് KRFB ആണ്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിനനുസരിച്ചുണ്ട്. ഇനി സ്ഥലം പറയാം. ഇപ്പൊ വഴയിലയിൽ നിന്ന് ആരംഭിച്ച് പേരൂർക്കട വഴി വെള്ളയമ്പലം വഴി അവസാനിക്കുന്ന റോഡ്, ആ റോഡിലുള്ള എല്ലാ ലൈറ്റും KRFBയാണ്. വഴയിലയിൽ നിന്ന് ആരംഭിച്ച് പേരൂർക്കട വഴി വെള്ളയമ്പലം വരെ വരുന്ന റോഡിലുള്ള മീഡിയനിലിരിക്കുന്ന സെൻട്രൽ മീഡിയനിലിരിക്കുന്ന ലൈറ്റ് അതെല്ലാം KRFBയുടെ. വെള്ളയമ്പലം തൈക്കാട് സ്മാർട്ട് റോഡിലുള്ള ലൈറ്റ് KRFBയുടേതാണ്. വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിലുള്ള ലൈറ്റ് KRFBയുടേതാണ്. വെള്ളയമ്പലം LMS അട്ടക്കുളങ്ങര തമ്പാനൂർ ഈ ലൈറ്റ് KRFBയുടേതാണ്. എയർപോർട്ട് മുതൽ പാളയം വരെയുള്ള റോഡിന്റെ സെൻട്രൽ മീഡിയം മാത്രം, അത് ആ റോഡ് പാളയം മുതൽ എയർപോർട്ട് വരെയുള്ളതിന്റെ സെൻട്രൽ മീഡിയയിൽ ഇരിക്കുന്ന ലൈറ്റ് മുഴുവൻ KRFBയുടെ ഉടമസ്ഥയിലുള്ളതാണ്. വഞ്ചിയൂർ ജനറൽ ഹോസ്പിറ്റൽ റോഡിന്റെ സൈഡിലുള്ള ലൈറ്റ് അത് KRFB ബോർഡ് തന്നെ വെച്ചിട്ട് പലതും തെളിയാത്ത KRFB എന്നുള്ള ബോർഡാണ് ഇരിക്കേണ്ടതുള്ളതാണ്. KRFBയുടെ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള ലൈറ്റാണ്. ഈ ലൈറ്റുകളുടെ ഒക്കെ തന്നെ മെയിൻ്റനൻസിന് വേണ്ടി KRFBക്ക് വർഷാവർഷം സംസ്ഥാന സർക്കാർ പൈസ കൊടുക്കുന്നു. ഈ ലൈറ്റുകളാണ് തെളിയാത്തതിൽ ഏറെക്കുറെ കൂടുതൽ ലൈറ്റ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിക്ക് സ്മാർട്ട് റോഡുകളുടെ ഒക്കെ തന്നെ സൈഡിലുള്ള ലൈറ്റ് സ്മാർട്ട് സിറ്റി ലൈറ്റ് ഉടമസ്ഥയിലുള്ള ലൈറ്റാണ്. അതിന് മെയിൻ്റനൻസിലുള്ള പണം അവരുടെ AMC വെച്ചിട്ടുണ്ട്. ടൂറിസം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വിളക്കും അതോടൊപ്പം തന്നെ ശംഖുമുഖത്തുള്ള വിളക്കുകളും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമുള്ള ടൂറിസത്തിനുള്ള ഫണ്ടുണ്ട്. കോർപ്പറേഷന്റെ കൈവശം കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമുള്ള ലൈറ്റ്, PWD റോഡുകളിലുള്ള ലൈറ്റുകൾ, അതോടൊപ്പം തന്നെ KSEBയുടെ ഇലക്ട്രിക് പോസ്റ്റുകളുടെ ലൈറ്റും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കോർപ്പറേറ്റ് ഉത്തരവാദിത്തമാണ്. മെയിൻ ആയിട്ട് ഇതാണ് ലൈറ്റുകളുടെ അവസ്ഥ. അപ്പൊ ആ ലൈറ്റുകൾ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമുള്ള ലൈറ്റുകളാണ് കോർപ്പറേഷന് മെയിൻ്റനൻസ് നടത്താൻ പറ്റുന്നത്. അത് നടത്തുവാനുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ട്. മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ഫണ്ട് കൊടുക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ മാധ്യമ സമ്മേളനം കഴിഞ്ഞ് ഇന്ന് തന്നെ അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ KRFBയിൽ പോകണം. KRFBയിൽ പോയിട്ട് ഞാൻ ഈ ലിസ്റ്റ് വേണമെന്ന് നിങ്ങൾ എല്ലാവർക്കും തരാം. ഈ ലൈറ്റുകൾ എന്തുകൊണ്ട് പ്രകാശിക്കുന്നില്ല? ഈ ലൈറ്റുകൾ കഴിഞ്ഞ ദിവസവും ഇതിനു വേണ്ടി യോഗം വിളിച്ചു. KRFBയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ച് യോഗം നടത്തുകയും അവരുടെ സാന്നിധ്യത്തിൽ ഇതെല്ലാം പ്രകാശിക്കുന്നില്ലെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് KRFB നടപടി സ്വീകരിച്ചിട്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ ടൂറിസം മാസങ്ങളോളം പുതിയ ഭരണസമിതി ഉൾപ്പെടെ ടൂറിസത്തിനോട് സംസാരിച്ചു. ആ വിളക്കുകൾ ടൂറിസം തെളിയിച്ചില്ല. ശംഖുമുഖത്ത് കാണുന്ന ഈ ഇരുട്ടിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ടൂറിസത്തിന്റെ ലൈറ്റ് തെളിയാത്തതാണ്. PWDയും കുറച്ച് ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റുകളൊക്കെ തന്നെ തെളിയാതിരിക്കുമ്പോഴേക്കും ഇതൊക്കെ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമുള്ള ലൈറ്റുകൾ 48 മണിക്കൂറിലപ്പുറം അണഞ്ഞു കിടന്നാൽ, രാത്രികാലങ്ങളിൽ അണഞ്ഞു കിടന്നാൽ ആ കമ്പനികൾക്ക് ഫൈൻ ഈടാക്കുന്നു. ഇനി കോർപ്പറേഷന്റെ കാര്യത്തിൽ പറയാം. മുൻ ഭരണസമിതി 3 കമ്പനികൾക്കാണ് കോർപ്പറേഷൻ ലൈറ്റുകൾ തെളിയിക്കുവാനുള്ള കരാർ കൊടുത്തത്. ആ കരാറിന്റെ വിശദാംശങ്ങൾ ആർക്കുവാണെങ്കിൽ പരിശോധിക്കാം, ഫയലിൽ. ആ കരാറിൽ ഞങ്ങൾ കണ്ട ഒരു അപാകത, അത് മുൻ ഭരണസമിതിയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ എല്ലാ ഫയലുകളും എടുത്ത് വെച്ചിട്ട് പത്രസമ്മേളനത്തിൽ പറയേണ്ടെന്ന് കരുതിയിട്ടാണ് ഇത്രയും ദിവസം പറയാതിരുന്നത്. ഇനിയിപ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ കരാറിന്റെ ഒരു അപാകത 10 വർഷത്തേക്കാണ് കൊടുത്തേക്കുന്നത്. അത് 10 വർഷത്തേക്ക് ഇനി ആർക്കും അതിൽ ഇടപെടാൻ പറ്റും. അത് അങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു? 10 വർഷത്തേക്ക് 3 കമ്പനികളെ വിളിച്ചിട്ട്
എന്ത് പ്രോസസ്സാണ് അവർ കംപ്ലൈന്റ് എന്ന് അറിയില്ല, പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ ലീഗലിയൊക്കെ പക്കയാണോ ആയിരുന്നു എന്നൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിൽ കടക്കുന്നില്ല. അന്ന് തന്നെ ഇതിലെ അനോമലീസ് വിലയിരുത്തിയിട്ട് പ്രതിപക്ഷത്തിരുന്ന BJP വളരെ ശക്തമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു സമരം അത് തന്നെ വളരെ പ്രക്ഷോഭം പറഞ്ഞു. 10 വർഷത്തേക്ക് ഒരു കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല, ലക്ഷക്കണക്കിന് രൂപകൾ കൊടുക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 10 വർഷത്തേക്കാണ് 3 കമ്പനികൾ കൊടുത്തിരിക്കുന്നത്. ആ കരാറിന്റെ കാര്യത്തിൽ ഞങ്ങൾ വിശദമായ ചർച്ചയും പഠനവും ആവശ്യമുണ്ട്. ആ കരാർ ആർക്കും പരിശോധിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്ന് ഹൈമാസ് ലൈറ്റ് ഇതുപോലെ 10 വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് വേറൊരു കമ്പനി. അപ്പൊ 10 വർഷത്തേക്ക് കരാർ കൊടുത്തിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ വന്ന പാടപ്പഴകളും പാളിച്ചകളുമാണ്. പുതിയ ഭരണസമിതിക്ക് ഇടപെടാൻ പരിമിതിയുണ്ട്. വളരെ അവധാനതയോട് കൈകാര്യം ചെയ്ത് നാളെ ഹൈക്കോടതിയിലൊക്കെ കേസ് വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം ആ കേസ് അവിടെ കിടക്കുകയും ലൈറ്റുകൾ അണഞ്ഞു കിടക്കുകയും. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ മാത്രം പോകേണ്ട പാതകളിലൂടെ പോകാൻ ഉള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷത്തെ കരാർ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഒരു ഭരണസമിതിയും ഇങ്ങനെ കൊടുത്തയായിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഭരിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. ഇനി വേറൊരു കലാപരം കൂടെ പറയാം. ഇപ്പൊ ഇത് പുത്തരിക്കണ്ട മൈതാനത്തിന്റെ കഥയാണ്. അതായത് 2026 ഈ വർഷം ഓണത്തിന് ഒരു സർക്കസ് കമ്പനിക്ക് കൊടുക്കണമെന്ന് കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നു. അന്നത്തെ ഡെപ്യൂട്ടി മേയർ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉത്തരവിറക്കിയിരിക്കുന്നു. ആലോചിച്ചോ, 2025 തെരഞ്ഞെടുപ്പ് വരികയാണ്, പുതിയ ഭരണസമിതി 26 അധികാരത്തിൽ വരും എന്നൊക്കെ അറിയാമായിരുന്നിരിക്കെ 2025 ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒക്ടോബർ ലാസ്റ്റായി, നവംബറിലായിരുന്നു. ഒക്ടോബറിൽ തന്നെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2026 സർക്കസ് കമ്പനിക്ക് ആർക്ക് കൊടുക്കണമെന്നുള്ള തീരുമാനിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതിൽ വാങ്ങുന്ന ഏത് സമയത്തേക്കാണ്? ഓണക്കാലം. പുത്തരിക്കണ്ടം മൈതാനത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സമയം ഓണക്കാലമാണ്. അത് വാങ്ങിക്കുന്ന ഒരു തുക എത്ര അറിയോ? 15,000 രൂപ ഒരു ദിവസം. ഇന്ന് അതിന്റെ 10 ഇരട്ടി തരാൻ തയ്യാറായിട്ട് ആൾക്കാർ വരുമ്പോഴേക്കും മൈതാനം ബ്ലോക്ക് ചെയ്തിരിക്കുക. കഴിഞ്ഞ വർഷം തന്നെ കൊടുത്തിരിക്കുക. ആലോചിച്ചോ, ഞങ്ങളൊന്നും ഇതൊക്കെ രേഖകൾ കയ്യിലുണ്ടായിട്ട് ഇതൊക്കെ പൊതുസമൂഹത്തിൽ മുൻ ഭരണസമിതിയെ കൂടെ ചർച്ച ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചില ഡെവലപ്മെന്റ്സ് അറിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ജനങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. ഇത് ശക്തമായിട്ട് നിർത്തും. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എതിർത്തു. മിനിറ്റ്സിലുണ്ട്. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എതിർത്തു. വാക്കൗട്ട് നടത്തി. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കൗൺസിൽ എതിർത്തു. കൗൺസിൽ വാക്കൗട്ട് നടത്തി. ഞങ്ങൾക്കത് ഭൂരിപക്ഷം ഇല്ല. അന്നത്തെ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. അന്നത്തെ വാർത്തകളൊന്നും ഇല്ല. എല്ലാ പത്രങ്ങളിലും വന്നിട്ട് വാർത്ത. ഞങ്ങൾ വാക്കൗട്ട് നടത്തി പോയതിന്റെ ഒരു പ്രശ്നം അതായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് 15, അതായത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇപ്പൊ പറയുന്നത് ഭൂരിപക്ഷമുള്ള കൗൺസിലിന്റെ തീരുമാനമായിരുന്നു. പക്ഷേ ഓണക്കാലത്ത് 15,000 രൂപയാണോ പുത്തരിക്കണ്ട മൈതാനത്തിൽ ഒരു ദിവസം കിട്ടേണ്ടതെന്നുള്ളത് പൊതുസമൂഹം ആലോചിക്കും. ഭൂരിപക്ഷം, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്ന അങ്ങ് പറഞ്ഞത് ഭൂരിപക്ഷമുള്ള കൗൺസിൽ പാസ്സാക്കിയത് തന്നെയാണ്. പക്ഷേ ഓണക്കാലത്ത് ഒരു സർക്കസ് കമ്പനി ഒന്ന് പുത്തരിക്കണ്ട മൈതാനം പോലുള്ള സ്ഥലമെടുത്ത് സർക്കസ് നടത്തുമ്പോൾ 15,000 രൂപയാണോ കോർപ്പറേഷന് കിട്ടേണ്ടത്? അതിന്റെ 10 ഇരട്ടി തരാൻ വേണ്ടി ആൾക്കാരുള്ളപ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള ചില കരാറുകൾ, 10 വർഷത്തേക്കൊക്കെ നീട്ടിക്കൊടുത്ത കരാറുകളും ഇതുപോലുള്ള ചില കരാറുകളും പുതിയ ഭരണസമിതിയെ ചില കാര്യങ്ങളിൽ കുറച്ച് ആശങ്കയിലാക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കൗൺസിലിംഗ് സമയത്ത് കുറച്ച് ഓട്ടോറിക്ഷകൾ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ, ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ. അതൊന്നും ഇപ്പൊ പൊതുനിരത്തുകളിൽ എല്ലായിടത്തും പലയിടത്തും ഉപയോഗശൂന്യമായി. ആ ഓട്ടോറിക്ഷകൾ ഞങ്ങളത് പ്രതിപക്ഷത്തായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയ അനുസരിച്ച് 3 മാസം കൊണ്ട് തന്നെ ആ ഓട്ടോറിക്ഷകളെല്ലാം ഷെഡിലായിരുന്നതാണ്. അന്ന് ഞങ്ങൾ പരിശോധിച്ച് പല ഓട്ടോറിക്ഷകളും വീടുകളിൽ ചെന്നപ്പോൾ ചിലയിടത്തൊക്കെ വസ്ത്രങ്ങൾ നനച്ച് പിടിച്ചിരിക്കുകയാണ്. ഞാൻ പോയൊരു വീട്ടിൽ ഓട്ടോറിക്ഷയുടെ അടിയിൽ പട്ടിയെ കെട്ടിയിരിക്കുകയാണ്. പട്ടിന്റെ ആവശ്യം കണ്ടതുമില്ല, പട്ടി ചാടി കടിക്കാം. നോക്കി വേണം, ഓട്ടോറിക്ഷയുടെ കമ്പിയിലാണ് പട്ടിയുടെ കയറിയിരിക്കുന്നത്. ഇതൊരു വീട്ടിൽ. അപ്പൊ ഇങ്ങനെയായിരുന്നു അന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് വാങ്ങിയത്. ഇവിടുത്തെ ഒരു സ്ഥാപനം കൂട്ടലിന്റെ വക്കിലായിരുന്നു. അപ്പൊ ആ സ്ഥാപനത്തിലേക്കാണ് ഈ പണം പോയിട്ടുള്ളത്. അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ആ സ്ഥാപനം എനിക്ക് ഇപ്പൊ ഓട്ടോറിക്ഷ ഉണ്ടാക്കാൻ അവസാനിപ്പിച്ചു.
ഉണ്ടാക്കിയിട്ടത്തെ ഓട്ടോറിക്ഷ വെളിയിൽ ഓടാൻ പറ്റാത്തതുകൊണ്ട് പറ്റുന്ന സ്ഥലത്ത് കൊടുത്ത് നിർമ്മിക്കും. സ്ഥാപനം ഇപ്പോൾ ഓട്ടോ നിർമ്മിക്കുന്നത് അതോടുകൂടി ഓട്ടോ നിർമ്മിക്കുക അവസാനിപ്പിച്ചു എന്ന് മനസ്സിലാക്കും. ആ ഓട്ടോയൊക്കെ പലയിടത്തും സ്മാരകമായിട്ടുണ്ടാവും. അന്ന് ചോദിച്ചോണ്ട് മാത്രം പറഞ്ഞാൽ ഞാൻ എനിക്ക് പോകില്ല. ചെറിയ അതിൽ പോരായ്മയുണ്ട്. ഞാനതാ പറഞ്ഞത്. അതിൽ കഴിഞ്ഞ ദിവസം അതിന്റെ മോണിറ്ററിംഗ് ടീമിനെയൊക്കെ വിളിച്ചു. 48 മണിക്കൂറിന് മുൻപും കൂടുതലും അണഞ്ഞു കിടന്ന സ്ഥലങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ആവശ്യപ്പെട്ടു. എത്ര സ്ഥലത്താണ് എവിടെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി രേഖാമൂലം തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇപ്പോ വന്ന ദിവസമൊക്കെ നമുക്കറിയാം. അതിനിടയ്ക്ക് ആദ്യം പൊങ്കാല വന്നു, ബഡ്ജറ്റ് വന്നു, പൊങ്കാല കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ കോഡ് ഓഫ് കോണ്ടാക്ട് വന്നു. കുറെ കാര്യങ്ങൾക്കൊക്കെ പരിമിതി. അതുകൂടി മാറുന്നതോടുകൂടി ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പൊ തന്നെ അതിന്റെ കാര്യങ്ങൾ ആരംഭിച്ചു. അപ്പോൾ തിരുവനന്തപുരത്തെ മാലിന്യ പരിഹാര പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളാണ് അതിന്റെ അടിസ്ഥാനം. ഞാൻ ചോദിക്കട്ടെ, അന്ന് വാങ്ങിയ ടിപ്പറുകൾ എത്ര കോടി രൂപയാണ്? അന്ന് നാടകത്തിന് കൊണ്ടുവച്ച പെട്ടി ഇതെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ച കണ്ടെയ്നറുകൾ, ആ കണ്ടെയ്നറുകളിലെല്ലാം ജഗതിയിൽ വരി കൂട്ടിയിട്ടുള്ളത് അതെല്ലാം ഇവിടെ പോയി. അപ്പൊ കാഴ്ചപ്പാടില്ലായ്മ അല്ലെങ്കിൽ ഇന്നൊഫിഷ്യൻസി, ജനങ്ങളുടെ പണം മുടക്കുന്നതിലുള്ള ഒരു ലാഘവം, ഈ പണമൊക്കെ ആരെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പറയാനുള്ള യാതൊരു യോഗ്യതയുമില്ല. പിന്നെ വേറൊരു പ്രശ്നമുണ്ട് അലക്സേ, അതിന്റെ അതായത് ഇപ്പൊ 4-ാം തീയതി അടുത്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടെ മൂടുന്നു. മൈൽഡായിരുന്നു. ഈ 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ പാരമ്യത്തിലെത്തും. പിന്നെ 4-ാം തീയതി കഴിയുമ്പോൾ മെല്ലെ 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 അത് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പിന്നെ വേറൊന്നും എനിക്ക് തോന്നുന്നു, ഈ പത്രസമ്മേളനം നടത്തിയ നേതാവിന് ഇതുവരെയും തോറ്റു എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ തോറ്റു എന്ന് ബോധ്യപ്പെടാത്ത 2-3 ആൾക്കാരുള്ള ഒരാൾ അദ്ദേഹം. അതുകൊണ്ടാണ് എപ്പോഴും ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പറയും ഞാൻ പറയും കൊണ്ട് നടക്കണ്ട. ഞങ്ങൾ വളരെ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ വിശദമായിട്ടും കാര്യങ്ങളൊക്കെ പഠിച്ച് കരാറുകളൊക്കെ കൃത്യമായിട്ട് ഞങ്ങളുടെ ലീഗൽ ടീമൊക്കെ വിലയിരുത്തി തന്നെയാണ്, കുറച്ച് സമയമെടുത്ത് വിലയിരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം തെറ്റായിരുന്നില്ല. ഞാൻ സ്മാർട്ട് ചെറിയ ബസ്സുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ കോൺട്രാക്ട് എഗ്രിമെന്റ് നിങ്ങളെ കാണിച്ചു. ആ എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയില്ലേ? ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ വളരെ പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ 5 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ജനങ്ങൾ 5 വർഷത്തേക്കാണ് മാൻഡേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ വർഷവും ജനങ്ങളോടുള്ള പ്രോഗ്രസ് കാരണമാണ്. അപ്പൊ ഈ 3 മാസം ആകുമ്പോൾ തന്നെ ഇങ്ങനെ നടന്ന് അധികാരം കൊണ്ട് ഇങ്ങനെ പ്രതിസന്ധിയിലായ മാത്രമല്ല, ഈ പറഞ്ഞ വ്യക്തി കഴിഞ്ഞ ഒരു 40 വർഷം കൊണ്ട് ഒരു 5 കൊല്ലം ഒഴികെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്, മേയറായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. അതിലൊരു 60% സമയവും ഭരിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വർഷം കൊണ്ട്. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് സാധിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് 90 ദിവസമല്ലായിരുന്നു. മുൻ ഭരണസമിതികൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്രത്തോളം വ്യാപകമായ പരാതി ഇല്ലായിരുന്നു. ആകട്ടെ, കുടിവെള്ളമാകട്ടെ, ലൈറ്റിന്റെ പ്രശ്നങ്ങളാകട്ടെ, അതില്ലായിരുന്ന പുതിയ ഭരണസമിതി എന്നതാണ് ചോദ്യം. ഇനി ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക് വയ്ക്കുന്നു, അതായത് ഉദ്യോഗസ്ഥർക്ക് കാര്യസ്ഥതയുണ്ട്, അവരുടെ രാഷ്ട്രീയമുണ്ടോ, ചില പ്രശ്നമുണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ അവർക്കെതിരെ നടപടി എടുത്തുകൂടെ? തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലല്ലേ, അങ്ങനെ ആ നടപടിയായി മുന്നോട്ട് പോകൂടെ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശൈലികളെയും ആണ് കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അന്ന് പറഞ്ഞ ഒരു വാക്ക് അഡ്രസ് ചെയ്തായിരുന്നു, കുടിവെള്ളം. അത് അഡ്രസ് ചെയ്യണം. ഇന്നലെ പത്രസഭയോട് ചോദിക്കുന്നത് കുടിവെള്ളം 1000 ലിറ്റർ കുടിവെള്ളം ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1000 ലിറ്റർ കുടിവെള്ളം അരുവിക്കരയിൽ നിന്ന് കൊണ്ടുവന്നാൽ 400 ലിറ്റർ 600 ലിറ്റർ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. 400 ലിറ്റർ ലീക്ക് ആവുകയാണ്. അത് ഇന്നും ഇന്നലെ ഇവിടെ കണ്ടെത്തലല്ല. അത് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ വാട്ടർ അതോറിറ്റി അതാത് സംസ്ഥാന സർക്കാരുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് ഭൂമിക്കടിയിലിട്ട പൈപ്പ് ആവശ്യത്തിനുള്ള നിലവാരമില്ലാത്ത പൈപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈ ലീക്കേജ് ഉണ്ടാവുന്നത്. പിന്നെ 30 വർഷം കഴിയുമ്പോൾ പൈപ്പ് മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. 30 വർഷം കഴിഞ്ഞപ്പോഴേക്കും പൈപ്പ് മാറ്റാൻ വേണ്ടി എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ഇപ്പൊ കുടിവെള്ള പ്രശ്നം കോർപ്പറേഷനെ നേക്കി ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്ന എവിടെയാണ്? കോർപ്പറേഷനാണ്. എന്നിട്ട് കോർപ്പറേഷൻ ഉപയോഗിക്കുന്നു. കുടിവെള്ളത്തിന് ചോദിക്കരുതെന്ന് പറയുന്നില്ല. കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്ന വാട്ടർ അതോറിറ്റി അല്ലേ? അപ്പൊ വാട്ടർ അതോറിറ്റി അല്ലേ അതിന്റെ അതോറിറ്റി? അതിനല്ലേ ഒരു മന്ത്രാലയം ഉള്ളത്. വാട്ടർ അതോറിറ്റി എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ഞങ്ങൾ
കോർപ്പറേഷൻ ചെയ്യുന്നത് എന്താണ്? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥാപനം എന്നുള്ളത് ജനങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടിലും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇടപെടേണ്ട പ്രസ്ഥാനമെന്നാണ് വിശ്വസിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷന്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷൻ തന്നെ ടാങ്കറുകൾ എടുത്ത് കോർപ്പറേഷനിലെ 100 കൗൺസിലർമാരും രാത്രി 2 മണിക്ക് 3 മണിക്ക് 4 മണിക്കുമാണ് വനിത ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ കയറുന്ന വെള്ളം കൊണ്ടുപിടിച്ചിട്ട് 100 കൗൺസിലർമാർ അവരവരുടെ വാർഡ് 101 കൗൺസിലർമാരും അവരവരുടെ വാർഡുകളിൽ കഠിനാധ്വാനം നടത്തിയാണ് വെള്ളത്തിൽ ചൂടിക്കുന്നത്. അപ്പോ വെള്ളം കൊടുക്കേണ്ട വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തം. പക്ഷെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പരമാവധി ഞങ്ങൾ അങ്ങോട്ട് ഇടപെട്ട് ചെയ്യും. കുടിവെള്ളത്തിന്റെ പ്രശ്നമൊക്കെ അവിടെ മന്ത്രിയോടാണ് ചോദിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിലൊന്നും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു. 2 കാര്യങ്ങൾ. താങ്കളുടെ വളരെ റെലവന്റാണ് ചോദ്യം. ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്കിപ്പോ ചെയ്യാൻ കഴിയുന്ന ഈ പരിമിതിക്കകത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഫില്ലിംഗ് പോയിന്റുകളിൽ പോയി ടാങ്കർ എടുത്ത് വെള്ളം എത്തിക്കുന്നതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഒരു പരാതിയില്ലാതെ 24 മണിക്കൂറും ഫില്ലിംഗ് പോയിന്റിൽ ഉദ്യോഗസ്ഥരെ ഇട്ട് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നേരിട്ട് തന്നെ മോണിറ്റർ ചെയ്ത് ഇവിടെ നിന്ന് ഒരു ഹെൽത്ത് സൂപ്പർവൈസർ അതിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മോണിറ്റർ ചെയ്ത് ഞങ്ങൾ പരമാവധി എത്തിക്കുന്നുണ്ട്. ഇനി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെട്ടുകൊണ്ട് വലിയൊരു പ്രോജക്റ്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ മാത്രമേ, ഇപ്പൊ തുടങ്ങിയാൽ മാത്രമേ 2 വർഷമെങ്കിലും കഴിഞ്ഞാൽ ഈ പ്രശ്നം തിരുവനന്തപുരത്ത് പരിഹരിക്കും. അതിന്റെ ചർച്ചകൾ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ കേന്ദ്ര സർക്കാർ വഴി കമ്മ്യൂണിറ്റി ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ സംഭാഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പുതിയ ഗവൺമെന്റ് ജനറൽ വാട്ടർ അതോറിറ്റി മിനിസ്റ്റർ കാണുന്നുണ്ട്, മുഖ്യമന്ത്രി കാണുന്നുണ്ട്. അപ്പൊ കോർപ്പറേഷന്റെ കാര്യത്തിൽ ഭാഗത്ത് നക്കാര്യങ്ങൾ ഇടപെടാൻ പരിമിതിയുണ്ട്. പക്ഷേ ഒരു ചർച്ച ഞങ്ങൾക്ക് ചെയ്യും. എല്ലാ തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഈ പതിറ്റാണ്ടുകളുള്ള മേയറും മന്ത്രിയൊക്കെ ആയിരുന്ന ആൾക്കാർ പറയട്ടെ എന്തുകൊണ്ട് ഞാൻ ചോദിച്ചത് അല്ല എന്ന് അവരാരും പറയട്ടെ. 1000 ലിറ്റർ വെള്ളം അവിടെ നിന്ന് ഒഴുകിയാൽ 600 ലിറ്റർ തിരുവനന്തപുരത്ത് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ 3 മാസം കൊണ്ട് അധികാരത്തിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലെന്ന് ചോദിച്ചു നോക്ക്. അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നടപടി സ്വീകരിച്ച് ചോദിച്ചു. അതുപോലെ നഗരത്തിലേക്ക് അനധികൃതമായിട്ട് ഒരുപാട് പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ വരുന്നുണ്ട്. അമിതമായ ചാർജ് ട്രാഫിക് പോലീസിന് ശ്രദ്ധയിൽപ്പെടുത്താം. അഡ്വൈസറി ബോർഡ് ചർച്ച ചെയ്യാം. മുമ്പ് കോർപ്പറേഷൻ നമ്പർ ഇട്ടായിരുന്നല്ലോ നഗരത്തിലെ ഓട്ടോ. ട്രാഫിക് അഡ്വൈസറി ബോർഡിൽ ചർച്ച ചെയ്യാൻ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇടയ്ക്ക് നേരത്തെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അഡ്വൈസറി ബോർഡിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അഡ്വൈസറി ബോർഡിൽ ചർച്ച മാത്രമല്ല, വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ അവർക്ക് ഇഷ്ടമുള്ളത് പാസഞ്ചർക്ക് ഇഷ്ടമല്ലതോ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ. അല്ലാതെ മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ. കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോ ഞങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതി വന്നിട്ട് പുതിയ കണക്ക് എടുത്തിട്ടില്ല. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണക്ക് ഈ 3 മാസം ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 50, 60, 110 എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അത് രേഖാമൂലം ഉറപ്പ് പറയാം. ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പിടിച്ചു മാറ്റി 50 എണ്ണവും മെറ്റിൽഡ കാട്ടായി കോണത്ത് മെറ്റിൽഡയുടെ വീട്ടിൽ നിന്ന് പിടിച്ച 60 എണ്ണം 110 എണ്ണം ഉറപ്പായിരുന്നു നഗരത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ നായ്ക്കളങ്ങനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണം കൂടി കാണും. അതൊന്നും നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു കണക്കെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി എനിക്ക് സാധിക്കില്ല. എല്ലാം പുറത്ത് പറയാൻ പറ്റുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ വൻഭരണത്തിന് അവിടെ പോവാറില്ല, വീഴത്തുകൊണ്ടിട്ടിട്ടാണല്ലോ നിങ്ങളുടെ പറയാൻ പറ്റിയത്. പിന്നെ അതിനുശേഷം അവിടെ ബോർഡൊക്കെ വെച്ചത് ബോർഡൊക്കെ പോയി. നായ്ക്കളെ കണ്ട സുഖമായിട്ട് തന്നെ അവിടെ കഴിയുമ്പോൾ തുറന്നുവിട്ടാൽ വിളി പോകാത്ത രീതിയിൽ ഹാപ്പി ആയിട്ട് അവിടെ കഴിയുന്നത്. എന്തായാലും ഇന്നലെ സൺഡേ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ഉൾപ്പെടെ ഒരു NGO ബന്ധപ്പെട്ട് അവരെ പാർപ്പിക്കാനുള്ള സ്ഥലം കണ്ടിട്ടാണ്. ഇന്നലെ രാത്രി 8 മണിക്ക് അവർ വീണ്ടും മേയറുടെ ചേംബറിൽ വന്നിട്ട് അടുത്ത ഘട്ടം ചർച്ച ചെയ്തിട്ടാണ്. ഇന്ന് രാവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഞാനും സെക്രട്ടറിയും വർക്സ് ചെയർമാനും കൂടെ ഇരുന്ന് ഇവിടുത്തെ ഡോഗ് സ്ക്വാഡും നമ്മുടെ സർജനുമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഈ പത്രസമ്മേളനത്തിലേക്ക്. ഓരോ ദിവസവും അതിന്റെ പുറകെ ഞങ്ങളുണ്ട്. ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ 1 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം ശൈലി അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ചെയ്യുന്നു. അത്രയും കോൺഫിഡൻസോടെ ഒരു ആശങ്ക. ഞാനത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. വളരെ ലളിതമായിട്ട് ആ പ്രശ്നം പരിഹരിക്കുവാനുള്ള മെക്കാനിസവും അധികാരവും ഒക്കെ തന്നെ ഉള്ളത് വാട്ടർ അതോറിറ്റിയാണ്.
എന്നാൽ വാട്ടർ അതോറിറ്റി ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് കോർപ്പറേഷൻ ഉള്ള മെഷീനറി വെച്ചുകൊണ്ട് എങ്ങനെ അതിൽ ഇടപെട്ട് പരിഹരിക്കാം, അത് പരസ്പരം ചർച്ചയുടെ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളോട് സാധിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടതാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ലീക്കേജ് അരുവിക്കരയിൽ നിന്ന് സിറ്റിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന 400 ലിറ്റർ 1000 വരുമ്പോൾ 400 ലീക്ക് ആവുന്നത് ഞാൻ കുത്തിയെ പറ്റില്ല. അതിന്റെ മെഷീനറിയോ അതിന്റെ അധികാരപരിധി ഞങ്ങളുടെ കയ്യിലല്ല, അതിനുള്ള ഫണ്ട് കോർപ്പറേഷൻ ഇല്ല. അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വലിയ പ്രോജക്റ്റ്, എന്നാൽ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കോടതിയെ സമീപിക്കാം എന്നെല്ലാമാണ് ജില്ലയുടെ ചുമതലകൾ മന്ത്രി പറയുന്നത്. ഞാൻ പറഞ്ഞില്ല 4-ാം തീയതിയുള്ള പ്രശ്നമാണ്, ഡേറ്റ് അടുക്കുമ്പോൾ പ്രശ്നമാണ്. 4-ാം തീയതിക്ക് ശേഷം മുഖ്യമന്ത്രി സർക്കാരാണ്. ഞാൻ പറഞ്ഞത് ഈ അന്ന് പറഞ്ഞ ചോദ്യമൊക്കെ വേറെ പലരും പോകേണ്ട വരും. അപ്പൊ അത് 4-ാം തീയതി എങ്ങനെയൊക്കെ വരും ഒരു ഉദാഹരണമാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. മുഖ്യമന്ത്രി സർക്കാർ വരും 4-ാം തീയതി. ബിജെപി സർക്കാർ ഉറപ്പല്ലേ? ഞങ്ങൾ പറഞ്ഞ എല്ലാം ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല സർക്കാർ വരും. ഞാൻ ചോദിക്കട്ടെ, ബിജെപി കേന്ദ്ര ഭരിക്കുന്ന 1980 പറഞ്ഞപ്പോഴേക്കും അങ്ങനത്തെ മതപ്രവർത്തനം ഉണ്ടോന്നില്ല. എല്ലാവരും എന്താ പറഞ്ഞത്? ബിജെപി തിരുവനന്തപുരം കോർപ്പറേറ്റ് ഭരിക്കുമെന്ന് പറഞ്ഞപ്പോ ബിജെപിയുടെ മേയർ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ എന്ന് പറഞ്ഞപ്പോ ചിലർക്ക് എന്താ പറഞ്ഞത്? വളരെ ഒരുപാട് നടപടി വേണ്ടിയൊക്കെ എന്താ അല്ല, അന്ന് എത്ര വിശ്വസിക്കുക. ജമാർ ഗോവൻ ആദ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൂടെ വരുമ്പോ ജമാർ ഗോവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നാൽ ബിജെപിയുടെ മേയർ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അന്ന് ഇറങ്ങി പോയി. ഞങ്ങൾ പ്രതിപക്ഷത്തെ 35 ഞാനുണ്ട് 35 എന്തുമാത്രം പരിഹരിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ബിജെപിയുടെ നേതൃത്വത്തിലെ ഭരണസമിതി ഇന്ത്യ ബിജെപി ഭരിക്കുന്നുണ്ട്. ഞങ്ങളുടെ എം പി ജയിച്ചില്ല. കേരളത്തിൽ സർക്കാർ ഉപയോഗിക്കാനായി എളുപ്പമല്ല. സ്വാഭാവികമല്ല, സർക്കാർ രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ബിജെപിയുടെ ലക്ഷ്യം. ഉണ്ടാവും വടക്കേടെ സംസ്ഥാനങ്ങളുണ്ടായി, ത്രിപുരയിലുണ്ടായി. ഒരു പൂ ചോദിക്കുമ്പോൾ ജനങ്ങൾ പൂന്തോട്ടം കൊടുക്കുകയും കേരളത്തിൽ പൂന്തോട്ടം തിരുവനന്തപുരത്ത് എത്ര പൂ വരും? തിരുവനന്തപുരത്ത് എത്ര പൂ വരും? എല്ലാ സംസ്ഥാന പ്രസിഡന്റുമാരും നേരത്തെ പാർട്ടി കാര്യങ്ങൾ എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരും ഇന്നലെ സംഘർഷമുണ്ടായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ സഹപ്രവർത്തകർ 2 വശവും വിശദീകരിക്കായിരുന്നു. അതില് CPM സൈഡ് വിശദീകരിച്ചപ്പോൾ BJP പ്രവർത്തകർ ആക്രോശിച്ചെത്തി അവരെ കയ്യേറ്റ് ചെയ്യുന്ന ഒരു ശ്രമം തന്നെ. ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. BJP പ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ട BJP നേതാവ് എന്ന നിലയിൽ ഇത്തരം സമീപനങ്ങളോട് എന്താണ് പറയുന്നത്? എന്റെ ശ്രദ്ധയിലെ കാര്യം ഞാൻ ഇന്നലെ ആ സ്ഥലത്തിലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിപിൻ എന്ന പേരുള്ള ഒരു സബ് ഇൻസ്പെക്ടർ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെ പ്രകോപിപ്പിച്ചു. ഒരു സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയിട്ടാണ് സംഘർഷ സാധ്യത ഒഴിവാക്കിയത്. ഒരു സ്ഥലത്ത് കൗൺസിലർമാർ ഉൾപ്പെടെ വളരെ മോശമായി ജനങ്ങളുടെ മുമ്പിൽ അവരുടെ വാർഡിൽ വെച്ചിട്ട് അവരുൾപ്പെടെ പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇന്നലെയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അനപലേഷണീയമായ ജനാധിപത്യത്തിനും നിയമ സംവിധാനത്തിനും നിരക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഒരു മോബിനെ അവിടെ അങ്ങനെ ഒരു മോബൊന്നുമില്ലായിരുന്നു. മോബിനെ മാറ്റാനാണെന്നുണ്ടെങ്കിൽ അവരോട് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ അവരെ റീസണബിൾ ആയിട്ടുള്ള നോട്ട്സ് ഉപയോഗിക്കും. പക്ഷെ നേരിട്ട് തലയ്ക്കാണ് ഒരു തവണ പോലും പറയാതെ നേരിട്ട് തലക്കെടുത്തിട്ട് 10-12 സ്റ്റിച്ച് വരുന്ന തരത്തിൽ ചിലരുടെ തല പൊട്ടിക്കുകയായി. അപ്പോൾ ആ ഒരു അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ആ പോസ്റ്റ് പേര് ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞിട്ട് പോലെ CA നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കുത്തഴിഞ്ഞിരിക്കുന്നു പോലീസ് സംവിധാനം. അപ്പൊ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കിയ വിപിൻ എന്ന CA ഉണ്ടാക്കിയ പ്രകോപനം അദ്ദേഹം പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിച്ചു പോവുകയാണ്. അതാണ് പ്രശ്നങ്ങൾ കാരണം മനസ്സിലാക്കുന്നത്. ചോദ്യത്തിലേക്ക് വന്നില്ല. ഞാനല്ലേ ഞാൻ എന്റെ ശ്രദ്ധപ്പെട്ടു, അതായത് ഞാൻ എന്റെ ശ്രദ്ധയിലെത്തുന്നു. ഞാൻ ആ സ്ഥലത്തിലായിരുന്നു. അപ്പൊ തന്നെ കണ്ടത് ഇത് ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ്.